ഓക്കെ, ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാനുണ്ട്. ഓക്കെ. സോ ഇന്ന് നമ്മുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ യാത്രയിലാണ്. അവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഓക്കെ, എന്താണെങ്കിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ആഴ്ചത്തെ ക്ലാസ് ഇട്ടിരുന്നത് ഹൗ ടു സ്റ്റഡി ബൈബിൾ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ബൈബിൾ എങ്ങനെയാണ് പഠിക്കുക എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക, അതാണ് നമ്മൾ ഈ ആഴ്ച ഇട്ടിരുന്നത്. അപ്പം നമ്മൾ എന്താണ് ബൈബിള് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ബൈബിളാണ്. നമ്മൾ ഡോക്ടറൽ സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ബൈബിളിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്താണെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൻ്റെയും പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് ബൈബിളാണ്. അപ്പോൾ ഇന്ന് പലപ്പോഴും നമ്മുടെ സഭകളിൽ പലപ്പോഴും ബൈബിള് പഠിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മളും പലപ്പോഴും ബൈബിള് ശരിയായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ബൈബിള് പഠിക്കാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒത്തിരി തരത്തിലുള്ള ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് പലതരത്തിലുള്ള കൾട്ട്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഞാൻ കൾട്ടുകളെക്കുറിച്ച്, ദുരുപദേശങ്ങളെക്കുറിച്ച് പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് എന്താണ് എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ തീരാത്ത അത്രയും ദുരുപദേശങ്ങൾ, കൾട്ടുകൾ നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളീ പല ആളുകളും, ഈവൻ യൂത്തായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള കൾട്ടുകളിലേക്ക് പെട്ടുപോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ആ ക്രിസ്തീയ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താണ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തീയ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. ഈ രണ്ട് പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ബൈബിൾ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പലപ്പോഴും ബൈബിൾ വായിക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് അതിനകത്തെ ആ മെസ്സേജ്, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ സന്ദേശം, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയാറില്ല. ഞാൻ പലപ്പോഴും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുമായിട്ട്, യൂത്തുമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദൈവം ഞങ്ങളോട് ബൈബിളിൽ കൂടെ ഒന്നും സംസാരിക്കുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പം അവർ ബൈബിള് വായിക്കുന്നുണ്ട്, പക്ഷേ അവർക്കതിൻ്റെ മെസ്സേജ്, അതിൻ്റെ സന്ദേശം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവശബ്ദം അതിലൂടെ കേൾക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പം ഇങ്ങനത്തെ പല വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളിൽ, അതായത് ഹൗ ടു സ്റ്റഡി ബൈബിൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള ഈ ക്ലാസ്സുകളിൽ നമ്മൾ മീനിങ് ഫുള്ളായിട്ട് ബൈബിളിൻ്റെ മെസ്സേജ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത് അല്പം വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് നമ്മൾ ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്
നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ ബൈബിള് പഠിക്കാനായിട്ടുള്ള ഒരു രീതി, ഒരു മെത്തേഡ് നമ്മൾ പഠിക്കും. പക്ഷെ അതിനു മുമ്പ്, ആ മെത്തേഡിലേക്ക് കയറുന്നതിന് മുൻപ് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ബൈബിളെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഓർഡിനറി ബുക്ക്. ഒരു സാധാരണ പുസ്തകമല്ല അത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന അനാട്ടമി അല്ലെങ്കിൽ ഫിസിയോളജി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോലത്തെ ഒരു ബുക്കല്ല ബൈബിളെന്ന് പറയുന്നത്. ബൈബിളെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ തിയോളജിക്കൽ ബുക്ക്. ദൈവശാസ്ത്രപരമായിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പം ഇത് ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം മറ്റു പല പുസ്തകങ്ങളും വായിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ പ്രാകൃതം എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ആ ഒരു രീതിയിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബൈബിള് വായിക്കാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബുദ്ധി അതുപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ബൈബിള് പഠിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. പക്ഷെ നമ്മുടെ ആശ്രയം ഒരിക്കലും നമ്മുടെ ഈ ബുദ്ധിയിൽ ആയിരിക്കരുത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബൈബിള് പഠിപ്പിക്കുന്ന ദ ബെസ്റ്റ് ടീച്ചർ, ഏറ്റവും നല്ല ടീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവവചനം പഠിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീച്ചർ, ബെസ്റ്റ് ട്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ബൈബിള് പഠിക്കാനായിട്ട് ശ്രമിക്കാൻ. ഞാൻ 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഉപദേശിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടീച്ച് ചെയ്യുന്നതാണ്. സോ ഹോളി സ്പിരിറ്റ് ഈസ് ദ ടീച്ചർ ഓഫ് ബൈബിൾ. ബൈബിള് പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതാ പറയുന്നത്, അവൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരും, പഠിപ്പിച്ചു തരും. മാത്രമല്ല, ഞാൻ പറഞ്ഞ എൻ്റെ വചനങ്ങളെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരും, റിമൈൻഡ് ചെയ്യും, നിങ്ങളെ ഓർപ്പിക്കും. ഓക്കെ, അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കാര്യമാണത്. ഇനി അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സോ ദ ഹോളി സ്പിരിറ്റ് വിൽ ഗൈഡ് യു ഇൻ ഓൾ ട്രൂത്ത്സ്. പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു പറയുന്നത് ഇങ്ങനെയാണ്, ദൈ വേർഡ് ഈസ് ട്രൂത്ത്, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ സത്യമായിട്ടുള്ള ദൈവവചനത്തിലൂടെ നമ്മളെ ഗൈഡ് ചെയ്ത് നടത്തുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ബൈബിൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ബൈബിള് പഠിക്കാനായിട്ട് എന്നുള്ളത് മറക്കരുത്. അപ്പോൾ നമ്മൾ ബൈബിള് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുമെല്ലാം കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥിക്കണം. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചും അവൻ്റെ സഹായം അഭ്യർത്ഥിച്ചും കൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മുൻപോട്ടേക്ക് പോകാനായിട്ട്. അപ്പം ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഹൗ ടു സ്റ്റഡി ബൈബിൾ, ബൈബിൾ എങ്ങനെ പഠിക്കണം എന്നുള്ള ക്ലാസ്സിൻ്റെ ആദ്യം തന്നെ ഞാൻ പറയുന്ന ഇതാണ്, യു ഷുഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ കാര്യത്തിൽ തേടിയേ മതിയാകുകയുള്ളൂ. ബിക്കോസ് അവർ ഇൻ്റലക്റ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ഫോർ ദാറ്റ്. നമ്മുടെ ബുദ്ധി ബൈബിള് പഠിക്കാനായിട്ട് ഇൻസഫിഷ്യൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ബുദ്ധി വേണ്ടെന്നല്ല പറഞ്ഞത്, നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം, പക്ഷേ ദറ്റ് ഈസ് ഇൻസഫിഷ്യൻറ്റ്. അത് മാത്രം പോരാ. അതിനകത്ത് നമുക്കെല്ലാം കൂടെ അതുപയോഗിച്ച് നമുക്കെല്ലാം കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. സോ യു നീഡ് ആൻ എക്സ്ട്രാ ഹെൽപ്പ്. അതിനപ്പുറത്തുള്ളൊരു സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആ സഹായം നൽകുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും കൂടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ബൈബിൾ പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ പഠനത്തെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വേദപുസ്തകത്തിൻ്റെ ആ സ്വാധീന ശക്തിയെ നശിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പം ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കില്ല. ആ വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. The first thing is neglecting to read it. ബൈബിള് വായിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഒന്നാമത്തെ വിഷയം. ഇന്ന് പലർക്കും എസ്പെഷ്യലി ഇൻ ദ ലൈഫ്സ് ഓഫ് യൂത്ത്, ഞാൻ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം, നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വി ആർ നോട്ട് റെഡി ടു റീഡ് ബൈബിൾ. നമുക്ക് ബൈബിൾ വായിക്കാനായിട്ട് തന്നെ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. സി, അൺലെസ് ആൻഡ് അൺടിൽ യു സ്റ്റാർട്ട് റീഡിങ്, you will not be able to experience that power of the word of God. നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങാത്തിടത്തോളം കാലം ബൈബിള് അതിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. സി, പലപ്പോഴും നമ്മൾ ഭയങ്കര ബിസിയാണ്. കാരണം എന്താണ് ഇന്നത്തെ ലൈഫ്, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ ലൈഫ് എന്ന് പറയുന്നത്, ദേ ആർ മോർ ലൈക്ലി ടു ഹാവ് നൈറ്റ് ലൈഫ്, അല്ലേ? എന്താണ്, രാത്രിയാണ് അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ നമ്മുടെ NIT-യിലൊക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കേരളത്തിലെ ഏക NIT ആണ് കോഴിക്കോടുള്ളത്. അവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഞങ്ങളുടെ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്, PK ദാസ് മെഡിക്കൽ കോളേജ്. ഞാൻ അതിലെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട്, സ്റ്റുഡൻസ് ആർ awake even in the late nights. രാത്രി വളരെ വൈകിയും ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉണർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ അവർ പഠിക്കുകയായിരിക്കും, അവരുടെ പഠിക്കുവാനായിട്ടുള്ള സമയം അവർ വേർതിരിച്ച് പഠിക്കുകയായിരിക്കും ചെയ്യുന്നത്. ദാറ്റ്സ് ഗുഡ്. ഓഫ് കോഴ്സ് യു ഷുഡ് സ്റ്റഡി, യു ഷുഡ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ് ഓൾസോ. നമ്മൾ പഠിക്കണം, ദറ്റ് ഈസ് എ മസ്റ്റ്. ഓക്കെ, നമ്മളൊരിക്കലും പഠിത്തത്തെ എന്ത് ചെയ്യരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്.
പക്ഷെ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വിൽ ബി ലേറ്റ് ടു ബെഡ് ആൻഡ് ലേറ്റ് ടു ഗെറ്റ് അപ്പ്. അവർ കിടക്കാനായിട്ട് താമസിക്കുന്നു, അതുകൊണ്ട് തന്നെ എഴുന്നേക്കാനായിട്ട് താമസിക്കുന്നു. സോ എന്താ പറ്റുന്നത്, ക്ലാസ് 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ചിലരൊക്കെ എഴുന്നേക്കുന്നത് 7:45 ചിലരൊക്കെ എഴുന്നേക്കുക. 7:45 എഴുന്നേക്കുന്നു, അര മിനിറ്റ് കൊണ്ട് 30 സെക്കൻഡ് കൊണ്ട് ബ്രഷ് ചെയ്യുന്നു, മുഖമൊക്കെ ഒന്ന് കഴുകുന്നു, ഒന്ന് ഫ്രഷപ്പ് ആവുന്നു, ഡ്രസ്സ് യൂണിഫോം ഉണ്ടെങ്കിൽ യൂണിഫോം അല്ലെങ്കിൽ ഡ്രസ്സ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യാണ്, എന്തെങ്കിലും കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല, എന്നിട്ട് ക്ലാസ്സിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. അപ്പം സോ നമ്മളെന്തായി, ബിസിയായി. പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരം വരെ ക്ലാസ്സിനകത്ത് ബിസിയായി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴേക്ക് നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ വി വിൽ ബി എൻഗേജ്ഡ് ഇൻ ദാറ്റ്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പെറുക്കിയൊക്കെ വരുന്നു. സോ ആഫ്റ്റർ ടേക്കിംഗ് സം റെസ്റ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, ഇതൊക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള നമ്മുടെ വർക്കുകളിലേക്കൊക്കെ പോകുന്നു. അതങ്ങനെ അങ്ങ് പോയിട്ട് എവിടെ ചെല്ലുന്നു, ലേറ്റ് നൈറ്റ് വരെ ചെല്ലുന്നു. 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. എഗെയിൻ വി വിൽ ബി ഗെറ്റിംഗ് അപ്പ് ഓൺലി ബൈ 7 o'clock or 7:30 or 7:45. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒഴിവാക്കുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ഇതായിരിക്കും, ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. കാരണം ഇവ നമ്മൾ പ്രാർത്ഥിക്കുക പോലും ചെയ്യും. കാരണം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം കിടക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ബസ് അത്രയെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത് നമ്മളത് വിട്ടുകളയും. കാരണം നമ്മൾ ഭയങ്കര ബിസി ആവുക. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റി നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്ലോലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് അവസാനം വി വിൽ ബി ടോട്ടലി ഏലിയനേറ്റഡ് ഫ്രം ഗാഡ്സ് പ്രസൻസ്. നമ്മൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വേർപെട്ട് പോകും. സോ ഞാൻ പറഞ്ഞത്, ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ, ബൈബിളിൻ്റെ പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് അത് അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കാരണം എന്ന് പറയുന്നത്, വി ആർ നെഗ്ലക്റ്റിംഗ് ടു റീഡ്. നമ്മൾ വായിക്കുന്നില്ല എന്നുള്ളതാണ്. വായിക്കുന്നില്ല. അപ്പോൾ ഈ തിരക്ക് ഒഴിവാക്കാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടിയുണ്ട്. എനിക്കറിയാം, പണ്ട് ഈ സുവിശേഷ പെട്ടി എന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോ സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ബോക്സിനകത്ത് ഇങ്ങനെ കാർഡുകൾ, ചെറിയ ചെറിയ കാർഡുകൾ ഉണ്ടാകും. അതിനകത്ത് ഇങ്ങനെ ഓരോ വാക്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ 7:45 എഴുന്നേറ്റ് പല്ല് വെച്ച് ഡ്രസ്സ് മാറി കോളേജിലേക്ക് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് നിന്നൊരു കാർഡ് ഇങ്ങോട്ടേക്ക് എടുക്കും, അത് വായിക്കും, ആ കാർഡ് അവിടെ വയ്ക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അന്നത്തെ ദിവസത്തേക്ക് നമുക്ക് വേണ്ട ദൈവവചനമാണത് എന്നാണ്. അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. ഇത് പണ്ട് ഞാൻ കോഴിക്കോട് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടുത്തെ കോഴിക്കോട് ബീച്ചിൽ കൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഈ കൈനോട്ടക്കാർ ഒരു കൂട്ടിനകത്ത് തത്തയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് തത്തയെ കൊണ്ടൊരു കാർഡ് എടുപ്പിച്ചിട്ട് ഇങ്ങനെ പറയുക. അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും നമുക്ക് ബൈബിള് പഠിക്കുന്നതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ വി ഷുഡ് സിറ്റ് വിത്ത് ദ ബൈബിൾ. യു ഷുഡ് സെറ്റ് അപ്പാർട്ട് എ ക്വാളിറ്റി ടൈം ടു സിറ്റ് അലോങ് വിത്ത് യുവർ ബൈബിൾ. നമ്മൾ ബൈബിളുമായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ടൈം നമ്മൾ സെറ്റ് അപ്പാർട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ കാർഡ് എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കലണ്ടറിൽ ഓരോ ദിവസത്തെ വാക്യങ്ങൾ വായിക്കുന്നതുകൊണ്ടോ ഒന്നും നമുക്ക് ദൈവവചനം ബൈബിൾ മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ കോളേജിൽ പോകാനായിട്ട് താമസിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ പ്ലേറ്റിൽ സംതിങ് ഈസ് ദെയർ. ഇപ്പം ഫോർ എക്സാമ്പിൾ മേ ബി ഉപ്പുമ ഓർ സംതിങ് ഈസ് ദെയർ ഓർ മേ ബി സം ചിക്കൻ ബിരിയാണി ഓർ സംതിങ് ഈസ് ദെയർ. സോ നമ്മളെന്താ ചെയ്യുന്നത്, ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണ് കോരി കഴിച്ചിട്ട് നിങ്ങൾ ഓടിപ്പോകാമെന്ന് വെച്ചോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്പൂണ് വാരി കഴിക്കുന്നത്. ഹൗ വിൽ യു ഫീൽ? യു വിൽ ബി സോ ടയേർഡ്, ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോകും. നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ വരും. ദ സെയിം തിങ് വിൽ ബി ഹാപ്പനിങ്. അതേ കാര്യം തന്നെയാണ് നമുക്ക് പറ്റുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് നെഗ്ലക്റ്റിംഗ് ടു റീഡ് ബൈബിൾ. ദെൻ
ദ സെക്കൻഡ് തിങ് ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ബൈബിൾ വായിക്കാനായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. സി, അത് തികച്ചും ബോറിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം നമുക്ക് ബൈബിൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ബൈബിൾ നമ്മളോട് സംസാരിക്കുന്നു എന്നൊക്കെ എല്ലാവരും പറയുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റില്ല. സോ ഇറ്റ് വിൽ ബി എ വെരി ബോറിംഗ് ടൈം. നമുക്കത് ഭയങ്കര ബോറിംഗ് ടൈമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക ബൈബിൾ വായിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ബൈബിൾ വായിക്കാൻ ശ്രമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, ബൈബിൾ അവർക്ക് മനസ്സിലാകുന്നില്ല. ബൈബിൾ വായിക്കാനായിട്ടിരിക്കുന്ന സമയം അവർക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ മിക്കവാറും ഉറങ്ങിപ്പോകും. കാരണം അവർക്ക് അതിനകത്തുനിന്നൊന്നും മനസ്സിലാകുന്നില്ല. വൈ നോട്ട്? ബിക്കോസ് ദേ ആർ ട്രസ്റ്റിംഗ് ഓൺലി ഓൺ ദെയർ ബ്രെയിൻ, ഓൺലി ദെയർ ഇൻ്റലക്ട്സ്. അപ്പം സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബൈബിൾ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പരാജയപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഞാൻ ആദ്യമേ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ബി റീഡിങ് ദ ബൈബിൾ ബട്ട് വി ആർ നോട്ട് റെഡി ടു ഒബേ ഇറ്റ്. നമ്മൾ ബൈബിൾ വായിക്കുന്നു, കാര്യങ്ങൾ പലതും മനസ്സിലാക്കുന്നു, പക്ഷേ ആ മനസ്സിലാക്കിയ കാര്യം അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ബൈബിള് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ളൊരു ബുക്കല്ല. ഇത് നമ്മളെ രൂപാന്തരപ്പെടുത്താനായിട്ടുള്ളൊരു ബുക്കാണ്. ബൈബിൾ ഈസ് നോട്ട് മെന്റ് ഫോർ edifying your knowledge, increasing your knowledge, but to transform your life. അത് നമ്മൾ മറക്കരുത്. സോ നമ്മൾ ബൈബിളിൻ്റെ ആ ഉദ്ദേശം നമ്മൾ നടപ്പാക്കാനായിട്ട് നമ്മൾ സഹകരിക്കുന്നില്ലെങ്കിൽ, ഹോളി സ്പിരിറ്റ് ആൻഡ് ബൈബിൾ വിൽ സ്റ്റോപ്പ് സ്പീക്കിംഗ് ടു അസ്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കത്തില്ല, ബൈബിളും നമ്മളോട് സംസാരിക്കത്തില്ല. കാരണം എന്താ? ദാറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. കാരണം നമ്മൾ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, നോട്ട് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹോളി സ്പിരിറ്റ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് വാണ്ട്സ് ടു ബ്രിങ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും ദൈവവചനവും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ രൂപാന്തരത്തിലേക്ക് നാം നടത്തപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ബൈബിൾ പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കുന്ന സത്യങ്ങൾ അനുസരിക്കാനായിട്ട് നാം തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ബൈബിളിൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ മേ ബി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളെ ചിലപ്പം 1, 2, 3 കൗണ്ട് ചെയ്യാനും ABCD, ഇപ്പം 1ാം ക്ലാസ്സിലൊന്നുമില്ല, LKGയിലോ നഴ്സറിയിലോ എവിടെയൊക്കെയാണ് പഠിക്കുന്നത്, ഓക്കെ എവിടെയെങ്കിലും ആവട്ടെ. അപ്പം കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? ദേ വിൽ പുട്ട് എ ടെസ്റ്റ്, പരീക്ഷ ഇടും. സോ യു ഹാവ് ടു പാസ് ഇൻ ദാറ്റ് ടെസ്റ്റ്. നമ്മൾ ആ പരീക്ഷ എന്ത് ചെയ്യണം? ജയിക്കണം. ജയിച്ചാലേ എന്ത് ചെയ്യുള്ളൂ? അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടുകയുള്ളൂ. ജയിച്ചില്ലെങ്കിലോ എഗെയിൻ യു വിൽ ബി സ്റ്റഡിയിങ് ദ സെയിം തിങ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റില്ല. അടുത്ത പരീക്ഷയ്ക്കും ജയിച്ചില്ലെങ്കിലോ എഗെയിൻ യു വിൽ ബി സ്റ്റഡിയിങ് ദ സെയിം തിങ്. സോ ഇറ്റ് വിൽ ബിക്കം ബോറിംഗ്. പലപ്പോഴും ഇതാണ് നമുക്ക് പറ്റുന്നത്. കാരണം ബൈബിള് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് നാം തയ്യാറാകാത്തത് കൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തില്ല. കാരണം പരിശുദ്ധാത്മാവിനറിയാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മളെ പഠിപ്പിക്കേണ്ടത്, ഏത് മേഖലയിലാണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരേണ്ടത്, വ്യതിയാന രൂപാന്തരം കൊണ്ടുവരേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനറിയാം. അവൻ ആദ്യം അതായിരിക്കും ചെയ്യുന്നത്. സോ അൺലെസ് ആൻഡ് അൺടിൽ യു
are cooperating with the Holy Spirit and the Word of God to bring that change in your life, He will not lead you to the next step. അപ്പം നമ്മൾ ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോടും ആ മാറ്റം കൊണ്ടുവരാനായിട്ട് നാം സഹകരിക്കാത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവ് നമ്മെ അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയില്ല. അവൻ അത് തന്നെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും എഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കത് എന്തായിട്ട് മാറും? ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ എൻ്റെ അടുത്ത് ബൈബിൾ വായിക്കുന്നത് ബോറിംഗ് ആണ് എന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇതാണ്. ആർ യു ട്രസ്റ്റിംഗ് അപ്പോൺ ഹോളി സ്പിരിറ്റ് ഓർ നോട്ട്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, പരിശുദ്ധാത്മാവിനോട്, ദൈവവചനത്തോട് ആ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിക്കുന്ന കാര്യം അനുസരിക്കുന്നുണ്ടോ? ബൈബിൾ പഠിക്കുന്നത് ബോറിംഗ് ആകാനുള്ള ബേസിക് ആയിട്ടുള്ള 2 കാരണങ്ങൾ ഇതാ. സോ ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് ബൈബിൾ നമ്മൾ പഠിക്കുന്നത്? നോട്ട് ഫോർ ഇൻക്രീസിങ് യുവർ നോളജ്, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനല്ല. ചരിത്രമോ ശാസ്ത്രമോ ഒന്നും പഠിക്കാനല്ല നമ്മൾ ബൈബിള് പഠിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഹിസ്റ്ററി, ദർ ആർ ഹിസ്റ്ററി ബുക്സ്. thousands of history books are available for you. ചരിത്രം പഠിക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിരക്കണക്കിന് ചരിത്ര പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. Or if you want to study science, see, plenty of books are there. ശാസ്ത്രം പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. The Bible, it's not a book of history. It's a historical book, but it is not the book of history. അത് ബൈബിള് ചരിത്രപരമായിട്ടത് പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ അതൊരു ചരിത്ര പുസ്തകമല്ല. ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ടീച്ച് യു ഹിസ്റ്ററി. നിങ്ങളെ ചരിത്രം പഠിപ്പിക്കാനായിട്ടുള്ള പുസ്തകമല്ലത്. ബൈബിളിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള എറേഴ്സ് ഒന്നുമില്ലെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ ബൈബിൾ ഈസ് നോട്ട് എ സയൻസ് ബുക്ക് ഓർ സയൻറ്റിഫിക് ബുക്ക്. ബൈബിൾ ഒരു ശാസ്ത്ര പുസ്തകമല്ല. പിന്നെന്താണ് ബൈബിൾ? ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിള് ഇറ്റ്സ് എ തിയോളജിക്കൽ ബുക്ക്, ഇറ്റ്സ് എ സ്പിരിച്വൽ ബുക്ക് വിച്ച് വിൽ ബ്രിങ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ അവർ സ്പിരിച്വൽ ലൈഫ്. അപ്പം അതാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. മറക്കരുത്. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം, അല്ലേ? സോ when we come to the book of James, യാക്കോബിൻ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ കാണുന്നത്? യാക്കോബിൻ ലേഖനം അതിൻ്റെ എന്താണ് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 22. എന്താ നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. So we are supposed to obey the word of God. നമ്മൾ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണം എന്ന് ബൈബിള് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് when we come to 1 Peter, അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും
അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെപ്പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പൻ. സോ യു ഷുഡ് ഹാവ് എ ഡിസയർ ടു സ്റ്റഡി ദ ബൈബിൾ. നമുക്ക് ബൈബിൾ പഠിക്കാനായിട്ടുള്ളൊരു ആഗ്രഹം, വാഞ്ച നമുക്കുണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകണം? ആ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ബൈബിൾ പഠിക്കുന്നത് ബോറിംഗ് ആകാനായിട്ടുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ നമ്മൾ ആശ്രയിക്കുന്നു. 2, ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അനുസരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഈ 2 മേഖലകൾ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ബൈബിൾ പഠനത്തിലെ പ്രതിസന്ധികൾ 50% അവിടെ സോൾവ് ആയി പോകും. ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ആവുന്നല്ല. നമ്മൾ ചില മെത്തഡോളജികൾ നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ബൈബിള് ശരിയായിട്ട് പഠിക്കേണ്ടത്, ബൈബിള് പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഓക്കെ, ഇറ്റ്സ് എ സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്. വെറുതെ കുറേ തിയറി പറഞ്ഞു പോകുമല്ല. വി വിൽ ബി ഡെവലപ്പിംഗ് ദ സ്കിൽ ഓഫ് സ്റ്റഡിയിങ് ബൈബിൾ നമ്മൾ ചെയ്യും. അടുത്ത ക്ലാസ്സൂടെ കഴിയുമ്പോഴേക്ക് നമ്മൾ ആ മെത്തഡോളജിയിലേക്ക് നമ്മൾ കയറും. എങ്ങനെയാണ് ബൈബിൾ പഠിക്കുന്നത്, അത് ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ്. അത് ഞാൻ നിങ്ങളുമായിട്ടും പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൗവനക്കാർ, യുവാക്കൾ, അവർ ദൈവവചനം കൃത്യമായിട്ട് പഠിക്കുകയും ദൈവവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നവരായി തീരുകയും വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കാലം ചിലപ്പം കഴിയാറായിട്ടുണ്ടാവും. അതിനുമുമ്പ് ഞങ്ങൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഞാൻ അടുത്ത പോർഷനിലേക്ക്, അടുത്ത ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇന്ന് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. നമ്മളുടെ ഫ്രണ്ട്സിനോട്, നമ്മുടെ റിലേറ്റീവ്സിനോട്, മറ്റുള്ളവരോട്, യൂത്തിനോടൊക്കെ നമ്മൾ ഈ കാര്യം ഷെയർ ചെയ്യുക, ഈ ക്ലാസ്സിൻ്റെ കാര്യം ഷെയർ ചെയ്യുക, അവരെ ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ ലൈവായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. അത് യൂട്യൂബിൽ കാണുന്ന പ്രിയപ്പെട്ടവർ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ഞാനിടാം. ലൈവായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ആ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഞാനുമായിട്ട് പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് സംബന്ധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അപ്പം ദൈവം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ വെച്ചാൽ അടുത്ത ആഴ്ചത്തെ നമ്മുടെ ക്ലാസ് വീണ്ടും ക്വസ്റ്റ്യൻ ആൻസർ സെഷനായിരിക്കും. നിങ്ങൾക്ക് ബൈബിൾ സംബന്ധമായിട്ടോ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായിട്ടോ ബന്ധപ്പെട്ടോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ്സുകളിലൂടെ കർത്താവിനോട് കൂടുതലായിട്ട് അടുക്കാനും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൻ്റെ ആ മാധുര്യം അനുഭവിക്കാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.